പാർത്ത ഷെയ്ൻ നിഗം. സത്യത്തിൽ ഷെയ്ൻ നിഗം കരഞ്ഞ് നിലവിളിക്കുന്ന ഫോട്ടോസും വീഡിയോസുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് ഉണ്ണി മൂന്തനെ വളരെ മോശമായ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂവിൽ ഷെയ്ൻ നിഗം അഴിഞ്ഞാടിയെ നമ്മൾ കണ്ടിരുന്നു. ആ സമയത്ത് ഷെയ്ൻ നിഗത്തിന്റെ RDX എന്ന് പറയുന്ന സിനിമ വിജയിച്ച് നിൽക്കുന്ന സമയവും ഉണ്ണി മൂന്തന്റെ ജയ് ഗണേഷ് വലിയ വിജയം നേടാതെ പോയൊരു സമയവുമായിരുന്നു. പിന്നീട് ഇപ്പോൾ ഉണ്ണി മൂന്തൻ പാൻ ഇന്ത്യൻ താരമായി മാറുകയാണ്. പക്ഷേ ഷെയ്ൻ നിഗത്തിൻ്റെ മദ്രാസുകാരൻ 8 നിലയിൽ പൊട്ടി, അടപടലം തേഞ്ഞൊട്ടിയിരിക്കുകയാണ്. സത്യത്തിൽ ഉണ്ണിയുടെ ഒരു വളർച്ച ഷെയ്നെ വല്ലാതെ തളർത്തുന്നുണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസം ആക്ടർ ബൈജു ഒരു തിയേറ്ററിൽ വെച്ചിട്ട് ഈ പറയുന്ന പോലെ ഷൈൻ നിഗത്തെ കണ്ടിരുന്നു. അപ്പോൾ ഷെയ്നോട് അവർ തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് ഞാൻ മാർക്കോ സിനിമ കാണാൻ വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ എന്താണ്, എൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് മദ്രാസുകാരൻ, ചേട്ടനൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ, ഓ അതൊക്കെ എപ്പോൾ സംഭവിച്ചടേ എന്നാണ് ബൈജു ചോദിച്ചത്. അത് ചോദിച്ചതിന് ഒരു നല്ല ഊക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ബൈജു അങ്ങനെ ഒരു എന്താ പറയുക, വളരെ ഭംഗിയായി ദ്വയാർത്ഥം പറയുന്ന ആളാണ്. കാരണം നല്ല രീതിയിൽ ദ്വയാർത്ഥം പറയുന്ന ആളാണ്. മനസ്സിലായോ? ദ്വയാർത്ഥം അശ്ലീലവും പറയാം, നല്ലതും പറയാം. നല്ല ദ്വയാർത്ഥങ്ങൾ പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് നല്ല ഊക്ക് കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഷെയ്ൻ നിഗം കുറേ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, എൻ്റെ സിനിമയെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊക്കെ സഹായിക്കണം, നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതെ, ആ നിലയിൽ തന്നെയാണ് ഷെയ്ൻ നിഗം പറയുന്നത്. കാരണം ഉണ്ണി മുകുന്ദൻ്റെ ഒരു വാല്യൂ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്ക് പോയി എന്നതാണ്. അതായത് അദ്ദേഹം മലയാള സിനിമയിൽ ഇനി എത്ര കാലം നിൽക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പം തന്നെ ഓഫറുകൾ വരുന്നത് ബോളിവുഡിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പല ഇൻഡസ്ട്രികളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഓഫറുകൾ വരുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഡക്ഷനായിട്ടുള്ള ലൈക്ക അടക്കമുള്ള കമ്പനികൾ അദ്ദേഹത്തെ സമീപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഏതോ ഒരു വലിയ സൂപ്പർ സ്റ്റാർ കമ്പനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിൽ ഒതുങ്ങേണ്ട നടനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമ എല്ലാ സംസ്ഥാനങ്ങളും കടന്ന് ഇന്ത്യ മുഴുവൻ, നമ്മൾ പല സിനിമകളെക്കുറിച്ചും പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും യഥാർത്ഥത്തിൽ പാൻ ഇന്ത്യൻ സിനിമകളല്ല. ഇന്ത്യയിൽ വ്യാപകമായി അറിയപ്പെടുന്ന നടന്മാരെന്ന് പറയുന്നത് ഒന്ന് മോഹൻലാലും മമ്മൂട്ടിയും മാത്രമാണ് എന്നുള്ളത് സത്യസന്ധമായി നമുക്കറിയാം. ഇപ്പോൾ സുരേഷ് ഗോപി ആ രീതിയിൽ, അതായത് ആന്ധ്രയിലൊക്കെ വലിയ വിജയങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തെയും ആളുകൾക്കറിയാം. അതിലപ്പുറത്തേക്ക് നമ്മൾ പറയുന്ന പുതിയ യുവനിരയിലെ താരങ്ങളെപ്പോലും വലിയ രീതിയിൽ ആളുകൾക്ക് അറിയില്ല. പക്ഷേ ഇവരെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയിരിക്കുന്നത്. ഈ മാർക്കോ സിനിമ ഉണ്ണി മുകുന്ദൻ ഫിലിംസ് ആണോ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്? കോ പ്രൊഡ്യൂസർ, അതായത് ഉണ്ണി മുകുന്ദൻ ഫിലിംസും അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡ്യൂസറും കൂടിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂവിലകത്ത് പിന്നെ ഷെയ്ൻ നിഗം ഒരു അവതാരക ചോദിച്ചപ്പോൾ, RDX സിനിമയുടെ ഇന്റർവ്യൂവിൽ ബാബുരാജും മഹിമ നമ്പ്യാരും ഷെയ്ൻ നിഗമും ഇരിക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ അവതാരക ചോദിക്കുന്നുണ്ട്, മഹിമയ്ക്ക് ഏറ്റവും കംഫർട്ടബിൾ ഉണ്ണി മുകുന്ദന്റെ കൂടെ അഭിനയിക്കുമ്പോഴാണോ ഷെയ്ൻ നിഗത്തിന്റെ കൂടെയാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ഷെയ്ൻ നിഗം ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. ആ വാക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ അത് മറ്റു രീതിയിൽ എടുക്കുമോ? അത് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നാണ് പറയുന്നത്. ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്ന് പറയുമ്പോൾ UFM എന്നാണല്ലോ ഉണ്ണി മുകുന്ദൻ ഫിലിംസ്. അപ്പം ഉംഫി എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഉംഫി എന്ന് പറയുമ്പോൾ ഉണ്ണി മുകുന്ദൻ ഫിലിംസ് ഇന്ത്യ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെയാണോ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയാമല്ലോ നമുക്ക്. പക്ഷെ അപ്പൊ ഇതില് ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ പറയട്ടെ, മലയാള സിനിമയ്ക്കകത്ത് ഒരു മട്ടാഞ്ചേരി മാഫിയ നിലനിൽക്കുന്നുണ്ടെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഈ മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമായി നിൽക്കുന്ന കുറേ ആളുകൾക്ക് ഇത്തരം ഉണ്ണി മുകുന്ദനെ ഒരു സമാജം സ്റ്റാർ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് എവിടെയും വെച്ച് കളിയാക്കാം എന്നുള്ള നിലപാടൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കാലം കൊടുത്ത മറുപടിയാണ്. ഉണ്ണി മുകുന്ദൻ എന്ന വ്യക്തിയല്ല, കാലം കൊടുത്ത മറുപടിയാണിത്. മനസ്സിലാക്കാമല്ലോ. കാരണം ഒരാൾ പോലും പ്രതീക്ഷിക്കാത്ത വിജയത്തിലേക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും കടത്തി വെട്ടിക്കൊണ്ട് ഉണ്ണി മുകുന്ദൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടണം. ഡൽഹിയിൽ നിന്ന്, അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന്, കർണാടകയിൽ നിന്ന് ഒക്കെ എത്രയധികം ആണ് ഈ സിനിമ വാരി കൂട്ടുന്നത്. കേരളത്തേക്കാൾ കൂടുതൽ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ്, അതായത് കർണാടകയിലെ ഒരു ബാംഗ്ലൂരിൽ നിന്ന് വെട്ടൂൾ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടുത്തെ പ്രകൃതിയും ഭംഗിയും ഒക്കെ കണ്ടുകൊണ്ട് കുറച്ച് മനസമാധാനത്തോടുകൂടി കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്.
ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഗ്രാമീണൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഉണ്ണി മുകുന്ദൻ്റെ നാട്ടുകാരനാണല്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തോട് ഇതുവരെ മലയാള സിനിമയിൽ ഒരു നടൻ്റെ പേരും ഇവരാരും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഉണ്ണി മുകുന്ദൻ എത്തിയിട്ടുണ്ട്. കാരണം ആ സിനിമയുടെ പ്രത്യേകതയും അതിൽ ഒരുപാട് വയലൻസ്, ഇപ്പം നമ്മൾ വയലൻസിനെയൊക്കെ കുറ്റം പറയുമ്പോഴും വയലൻസ് ഒരുപാട് ആളുകളെ സ്വാധീനിക്കും എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ നടത്തുമ്പോഴും ഈ വയലൻസ് ആളുകളെ എത്രത്തോളം പിടിച്ചിരുത്തുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണിത്. അത് അത്തരത്തിലൊരു സിനിമ ചെയ്യാൻ ആർക്കും കഴിഞ്ഞില്ല. ഇതിൽ എനിക്ക് തോന്നുന്നു ബാഹുബലിയേക്കാൾ അല്ലെങ്കിൽ മറ്റു പല സിനിമകളെക്കാളും ഒക്കെ ഇന്ത്യയിൽ ഇത് സ്വീകരിക്കപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല പാർത്തൻ, ഈ ഉണ്ണി മുകുന്ദനെ ഒരു കാറ്റഗറിയായി പെടുത്തിയ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ മാളികപ്പുറം, മേപ്പടിയാൻ, ജയ് ഗണേശൊക്കെ ഇറങ്ങിയപ്പോൾ ഗണപതി, അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കാറ്റഗറിയിലേക്ക് മാത്രം ഉണ്ണി ഒതുക്കി. പിന്നെ കുറേ പേർ പറയുന്നു ഉണ്ണിക്ക് മസിൽ മാത്രമേ ഉള്ളൂ, അഭിനയിക്കാൻ അറിയില്ല, ഉണ്ണി മുകുന്ദനൊന്നും ഇനി വലിയ വളർച്ച ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിടത്ത് നിന്നാണ് ഉണ്ണി മുകുന്ദൻ്റെ ഈ ഒരു വളർച്ച എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും പൃഥ്വിരാജിന് ഇതിൽ വലിയ റോളുണ്ട് എന്നുള്ളതാണ്. കാരണം പൃഥ്വിരാജ് പലപ്പോഴും ഇനി മുന്നോട്ട് വരുന്ന നായകരിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്രത്തോളം പിന്നെ എന്താ പറയുക, സിനിമകളിൽ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള നടന്മാർ ആരൊക്കെയെന്ന് ചോദിക്കുമ്പോൾ പൃഥ്വിരാജ് അഭിമുഖത്തിൽ പറയുന്ന പേര് ഉണ്ണി മുകുന്ദൻ എന്ന് മാത്രമാണ്. മാത്രമല്ല, ഒരു 100 കോടി ബാഹുബലിയെ പോലുള്ള ഒരു സിനിമയൊക്കെ നമുക്ക് കിട്ടുമോ എന്ന് തീർച്ചയായും അത്തരം സിനിമ മലയാളത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പോടെ പറഞ്ഞ ഒരു താരം കൂടിയാണ് പൃഥ്വിരാജ്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ വളർന്നു വരാൻ സാധ്യതയുള്ള അഭിനയശേഷിയുള്ള ഏത് കഥാപാത്രങ്ങളും കൃത്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു നടനാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളൊരു പക്ഷേ പൃഥ്വിരാജായിരിക്കും. പൃഥ്വിരാജ് സിനിമയുടെ സാങ്കേതികമായ കാര്യങ്ങളെ കുറച്ചുകൂടി ഇപ്പോൾ 20 വർഷം കഴിഞ്ഞ് നടക്കേണ്ട സിനിമയുടെ കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോഴേ പറയും എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണി മുകുന്ദന് സിനിമയും അറിയാം, മസിൽ കാണിക്കേണ്ടടുത്ത് മസിൽ കാണിക്കാനും അറിയാം, ഇനി റൊമാൻസ് കാണിക്കാനിടത്ത് റൊമാൻസ് കാണിക്കാനും അറിയാം, പിന്നെ എന്താ സെൻറ്റിമെൻറ്റ്സ് കാണിക്കേണ്ടടുത്ത് സെൻറ്റിമെൻറ്റ്സും കാണിക്കാൻ അറിയാം എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ കസേരയിലേക്ക് അടുത്ത് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്നവർ വരെ എത്തി നിൽക്കുന്നു ഉണ്ണിയുടെ ഒരു കരിയറിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അതും എന്താ പറയുക, സ്വന്തമായി വഴിവെട്ടി വന്നവൻ അല്ലേ, ആരും വെട്ടിത്തെളിച്ച് കൊണ്ടുവന്നവനല്ല, സ്വന്തമായി വെട്ടി വന്ന ഒരാളാണ്. ഗുജറാത്തിൽ ജനിച്ചു വളർന്ന് മോദിയെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ഇനി ആക്രമിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഗണേശ് ഉത്സവമൊക്കെ വരുമ്പോൾ അദ്ദേഹം അതിനൊരു പോസ്റ്റ് ഇട്ടാൽ അദ്ദേഹത്തെ ഇനി ഏതൊക്കെ തരത്തിൽ നാണം കെടുത്താനും ആക്രമിക്കാനും സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തെ തരം താഴ്ത്താനും കഴിയുമോ അതിന്റെ മാക്സിമത്തിലേക്ക് കൊണ്ടെത്തിച്ചവരാണ്. ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ, ഏതെങ്കിലും BJPയുടെയോ RSSന്റെയോ പരിപാടിയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തെ സംഖ്യയാക്കി ചിത്രീകരിക്കുന്ന രീതി. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഒരിക്കലും വളരില്ല, ഉണ്ണി മുകുന്ദൻ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ്റെ കാലം കഴിഞ്ഞു, ഉണ്ണി മുകുന്ദൻ അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഷെയ്ൻ നിഗത്തെ പോലുള്ള കുറേ എന്താ പറയുക ജാടകൾക്കിടയിലൂടെ മാസായി ഉണ്ണി മുകുന്ദൻ വയലൻസ് എനിക്ക് സാധിക്കുമെങ്കിൽ അതിനപ്പുറമുള്ള പലതും സിനിമയിൽ ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ അമ്പരന്ന് നിൽക്കുകയാണ് ഇവരൊക്കെ എന്നുള്ളത്. ഉണ്ണി മാറി, ഉണ്ണിയെ ഇനി പിടിച്ചാലൊന്നും കിട്ടില്ല, ഉണ്ണി വേറെ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. സത്യത്തിൽ ആ വളർച്ച നമ്മളൊക്കെ സന്തോഷിക്കണം എന്നുള്ളതാണ്. ഒരു ചെറുപ്പക്കാരനെ സിനിമയോടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഒരു സിനിമയിലേക്ക് വരുന്ന ഒരു ചെറുപ്പക്കാരനെ അവൻ സംഘിയാണെന്നും BJPക്കാരനാണെന്നും അവൻ ഒരു സമാജ സ്റ്റാർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ഇടിച്ചു താഴ്ത്തി ജീവിതത്തിൽ ഒരു തരത്തിലും പൊങ്ങി വരാൻ സാധിക്കാതെ ഇടിച്ചു താഴ്ത്തുന്നവരുടെ മുന്നിലേക്ക് ഉണ്ണി വളർന്നു വരുന്നത് ഇത് പലർക്കും പാഠമാണ്. ഉണ്ണിയുടെ ഈ അഭിനയ ജീവിതം എന്ന് പറയുന്നത് അത് കണ്ടു പഠിക്കാൻ പലർക്കും താല്പര്യമുണ്ടാകും. തീർച്ചയായിട്ടും ഷെയ്ൻ നിഗമൊക്കെ സമയം കിട്ടുമ്പോൾ ഉണ്ണിയുടെ 1-2 സിനിമകളൊക്കെ എടുത്ത് കണ്ട് അഭിനയമൊക്കെ ഒന്ന് പഠിക്കും. തീർച്ചയായും നമുക്കൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് മമ്മൂട്ടിയും പൃഥ്വിരാജുമാണ് ഏറ്റവും കൂടുതൽ ഉണ്ണി മുകുന്ദനെ സിനിമയിൽ സപ്പോർട്ട് ചെയ്തതെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. ബോംബെ മാർച്ച് 12 എന്ന സിനിമ മുതൽ ഇങ്ങോട്ട് മമ്മൂട്ടി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട്. ഞാൻ പറയാൻ വന്നത്, അതായത് അദ്ദേഹം ഈ കടുത്ത ഹനുമാൻ ഭക്തനാണ്. അപ്പം ആഞ്ജനേയ ഭക്തനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഹനുമാനുമായി ബന്ധപ്പെട്ട ചില വിശേഷ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പോസ്റ്റ് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹനുമാൻ ജയന്തിക്ക് അദ്ദേഹം ഇട്ട പോസ്റ്റിനടിയിൽ വന്ന് അദ്ദേഹത്തെ തെറിയും ഹനുമാനെ വരെ തെറി പറഞ്ഞ സുഡാപ്പികളെയും മറ്റാളുകളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം.
പറയാം. അപ്പോൾ അതിനടിയിൽ ഒരു കമൻറ്റ് ഒരാളിട്ടെന്ന് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹം ആഞ്ജനേയൻ്റെ ഭക്തനാണെങ്കിൽ ആഞ്ജനേയൻ്റെ ഭക്തൻ എന്ന് പറയുമ്പോൾ ആഞ്ജനേയൻ എന്ന് പറയുന്നത് ശക്തിയുടെ സ്വരൂപമാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ആഞ്ജനേയൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അദ്ദേഹം ആഞ്ജനേയൻ്റെ ഉപാസകനാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കൽ തിരിച്ചു പറയേണ്ടി വരും എന്ന് ഒരു കമൻറ്റ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അത് ആരാണ് ഇട്ടത് എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടൊന്നും എടുത്ത് വെച്ചില്ല, പക്ഷേ ഞാനത് കണ്ടിട്ട് ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസാന നിമിഷത്തിൽ. അതായത് ഉണ്ണി മലയാള സിനിമയിൽ നിന്നൊക്കെ വിട്ട് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്.